ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നിധി കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തിയതോടെ കഥയാകെ മാറിമറിയാണ്. വരും എപ്പിസോഡുകളിൽ സുധീഷിൻ്റെ അനാവശ്യമായിട്ടുള്ള ചില വർത്തമാനങ്ങളും അതിന് നിധി നൽകുന്ന ചുട്ട മറുപടിയും ഒടുവിൽ താലിമാലയെ ചൊല്ലി ഉണ്ടാകുന്ന വൻ തർക്കങ്ങളുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ റിവ്യൂയിലേക്ക് കടക്കാം. ഹോസ്റ്റലിലെ പട്ടിണിക്ക് ശേഷമാണ് നിധി ഇപ്പോൾ കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. വീട്ടിലെത്തിയ സന്തോഷത്തിൽ സുഭാഷ് ഉണ്ടാക്കിയ നല്ല സ്വാദുള്ള ഭക്ഷണം ആർത്തിയോടെ കഴിക്കുകയാണ് നിധി. സുഭാഷും നികേഷും ഹരീഷും ഒക്കെ നിധിയുടെ കഴിക്കൽ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ പുഞ്ചിരിച്ച് നോക്കിയിരിക്കുകയാണ്. കുറച്ചപ്പുറത്തായി കസേരയിലിരിക്കുന്ന സുധീഷും നിധിയെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. നിധി കഴിക്കുന്നത് കണ്ട് നികേഷ് പതുക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഏട്ടത്തി അവിടെ പട്ടിണിയായിരുന്നോ, ഹോസ്റ്റലിലെ ഭക്ഷണമൊന്നും കൊള്ളിലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുഭാഷ് ഉടനെ നികേഷിനെ വിലക്കുന്നുണ്ട്. എടാ നികേഷേ, നീ മിണ്ടാതിരിക്കടാ, മോൾ ആദ്യം കഴിക്കട്ടെ. പക്ഷേ നിധി ഇത് വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, അത് സാരമില്ല സുഭാഷേട്ടാ, അവിടുത്തെ ഭക്ഷണം ശരിക്കും കൊള്ളിലായിരുന്നു. അവിടെ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സുഭാഷ് ഏട്ടൻ്റെ ഈ കൈപ്പുണ്യം കൂടിയാണ്. ഇത് കേട്ട് സുഭാഷിനും മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സമയത്താണ് ഭാസ്കരൻ അവിടേക്ക് വരുന്നത്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് ഭാസ്കരൻ ശ്രദ്ധിക്കുമ്പോൾ സുഭാഷ് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്, ഇരിക്കച്ചാ, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഭാസ്കരൻ സമ്മതം മൂളിയതോടെ സുഭാഷ് നികേഷിനോട് ഭക്ഷണം അങ്ങോട്ട് നീക്കി വെക്കാൻ പറയുന്നു. ഭാസ്കരൻ്റെ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇരിക്കച്ചാ, ഇരുന്ന് കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നിധി സുഭാഷിനെ പുകഴ്ത്തുന്നുണ്ട്. സുഭാഷേട്ടാ, ചിക്കൻ കറിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. തൻ്റെ പാചകം നിധിക്ക് ഇഷ്ടപ്പെട്ടതിൽ സുഭാഷിനും വലിയ സന്തോഷമാകുന്നുണ്ട്. ഈ സന്തോഷത്തിനിടയിലാണ് സുഭാഷ് ശ്രദ്ധിക്കുന്നത് സുധീഷ് ഒന്നും കഴിക്കാതെ മാറിയിരിക്കുകയാണെന്ന്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, എടാ സുധീഷ്, നീ എന്താ കഴിക്കാത്തത്? സുഭാഷിൻ്റെ ചോദ്യം കേട്ട ഉടനെ തന്നെ സുധീഷ് തൻ്റെ സ്ഥിരം പരിഭവവും കുറ്റപ്പെടുത്തലുകളുമായിട്ട് വരികയാണ്. സുധീഷ് പറയുന്നുണ്ട്, ആരും എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ലല്ലോ. ഇവിടെയുള്ള ഒരാൾ പോലും എന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നില്ല. ഇത്രയും പേരുള്ള ഈ വീട്ടിൽ ഒരു വാക്ക് പോലും സംസാരിക്കാൻ ആളില്ലാതെ ഞാൻ എത്ര നാളായി ഇങ്ങനെ തനിച്ചിരിക്കുന്നു. സുധീഷിൻ്റെ ഈ സെൻറ്റിമെൻറ്റ്സ് കളി കണ്ട് നിധിക്ക് ചിരി വരുന്നുണ്ട്. നിധി പെട്ടെന്ന് പ്ലേറ്റിലേക്ക് നോക്കി പറയുന്നു, ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. അല്ലേ സുഭാഷേട്ടാ? ഇത് കേട്ട് അവിടെ ഇരുന്ന ഹരീഷും നികേഷും സുഭാഷും അടക്കി പിടിച്ച് ചിരിക്കുകയാണ്. നിധിയും ഒരു കള്ളച്ചിരിയോടെ സുധീഷിനെ നോക്കുന്നു. സുധീഷിന് കാര്യം മനസ്സിലായി. അവൻ തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്, എന്നെ ഉദ്ദേശിച്ചാണ് ആ പച്ചമുളക് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷേ നിധി വിട്ടുകൊടുക്കാതെ കളിയാക്കുന്നു. അയ്യോ സുധീഷേ, ഞാൻ സത്യമായിട്ടും ആ പച്ചമുളകിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സുഭാഷ് ഉടനെ രംഗം ശാന്തമാക്കാനായിട്ട് പറയുന്നുണ്ട്, ഏട്ടാ സുധീഷേ, നീ കൂടുതലൊന്നും പറയണ്ട, വന്ന് ഭക്ഷണം കഴിക്കുക. എന്നാൽ സുധീഷ് പിണക്കത്തോടെ പറയുന്നു, എനിക്കിപ്പോൾ വേണ്ട സുഭാഷേട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. പെട്ടെന്നാണ് നിധി ആ ചോദ്യം ചോദിക്കുന്നത്, അല്ല സുധീഷേ, നീ എപ്പോഴാണ് ഈ വീട് വിട്ട് പോകുന്നത്? ഇത് കേട്ടതും ഡൈനിങ് ടേബിളിലിരുന്ന് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിധിയെ നോക്കുകയാണ്. സുധീഷ് ആണെങ്കിൽ കണ്ണ് തള്ളി ദേഷ്യത്തോടെ ചോദിക്കുന്നു. വീണ്ടും ചോദിക്കുന്നു, എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുമോ നിങ്ങൾ? അപ്പോൾ നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ സത്യം വെളിപ്പെടുത്തുകയാണ്. സുഭാഷേട്ടനറിയോ, ഈ സുധീഷ് ഈ വീട് വിട്ട് പോകാമെന്ന് ഏറ്റതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നത്. എന്നിട്ട് ഇപ്പോഴും പോകാതെ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. എല്ലാവരും സുധീഷിനെ ചോദ്യഭാവത്തിൽ നോക്കുമ്പോൾ സുധീഷ് ചമ്മൽ മറിക്കാൻ ഒരു ഡയലോഗ് അടിക്കുകയാണ്. ഞാൻ പോയിക്കൊള്ളാം, പക്ഷേ എന്നെപ്പോലെ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഈ രാത്രിയിൽ പുറത്തു പോയാൽ എന്താ സുരക്ഷിതത്വം? നേരം വെളുക്കട്ടെ, ഞാൻ പോയിക്കൊള്ളാം, അതോർത്ത് നിധി വിഷമിക്കണ്ട. നിധിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, ശരി, പക്ഷെ പറഞ്ഞതുപോലെ നേരം വെളുക്കുമ്പോൾ ഈ വീട് വിട്ട് പോയിക്കൊള്ളണം. സുധീഷ് പോകുമെന്ന് പറഞ്ഞപ്പോൾ സുഭാഷിന് വിഷമമാവുന്നുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, നീ എവിടെയാടാ പോവുക? അതിന് സുധീഷ് നൽകുന്ന മറുപടി ഇതാണ്, ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം സുഭാഷേട്ടാ. ഉള്ളവർക്ക് ഒരു വീട്, ഇല്ലാത്തവർക്ക് 1000 വീട്. ഇത് കേട്ടതും ഭാസ്കരൻ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, എടാ നീ നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് കൃത്യമായിട്ട് റൂട്ടൊക്കെ പറഞ്ഞു തരാം. ഇത് കേട്ടതും സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. അടുത്തിരുന്ന ഒരു കൈലിയെടുത്ത് ഭാസ്കരൻ്റെ തോളിലേക്ക് ഒറ്റയടി. ഭാസ്കരൻ ദേഷ്യപ്പെടുന്നുണ്ട്, എന്താടാ ഇത്? ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? സുധീഷാണെങ്കിൽ വിടുന്നില്ല. പിന്നെ എന്ത് വേണം? നോർത്ത് ഇന്ത്യയിലെ 4-5 സ്റ്റേറ്റിലെ ഗവർണർ ആയിരുന്നത് പോലെയാണല്ലോ നിങ്ങളുടെ സംസാരിക്കൽ. എപ്പോൾ നോക്കിയാലും നോർത്ത് ഇന്ത്യ. എനിക്ക് എവിടെ പോകണമെന്ന് എനിക്കറിയാം. നിങ്ങൾ വായടച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, വായടച്ചിരുന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? നോൺസെൻസ്. ഇവരുടെ ഈ കോമഡി തർക്കം കണ്ട നിധിയും ഹരീഷും നികേഷും പൊട്ടിച്ചിരിക്കുകയാണ്. സുഭാഷ് അവരെയെല്ലാം നോക്കി ആശ്വസിക്കുന്നുണ്ട്. ഇന്നാണ് ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടായത്. വീട്ടിൽ വിളക്കുകൾ തെളിയിച്ചു വെച്ചതുപോലെയുണ്ട്. നികേഷും അത് ശരിവെക്കുന്നു. ഏട്ടത്തി തിരിച്ചു വന്നപ്പോഴാണ് ഈ വീട് ബ്രൈറ്റ് ആയത്. ഏട്ടത്തി പോയപ്പോൾ ഇതൊരു വീടല്ലാതായി മാറിയിരുന്നു.
ഭാസ്കരനും നിധിയെ പുകഴ്ത്തുന്നുണ്ട്. അതേ മോള് വന്നതിന് ശേഷം ഒരു 1000 വാട്ട് ബൾബ് കത്തിച്ചതുപോലെയാണ് ഈ വീട് പ്രകാശിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ സുധീഷ് മാത്രം നിധിയെ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കിയിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ നിധി ഹാളിലിരുന്ന് പുസ്തകം വായിക്കുകയാണ്. കുറച്ചപ്പുറത്തായിട്ട് നികേഷും ഹരീഷും ഇരിപ്പുണ്ട്. ഈ സമയം പച്ചക്കറികളൊക്കെ വാങ്ങി ദൂരെ നിന്നും കഷ്ടപ്പെട്ട് സുധീഷ് വരുന്നുണ്ട്. വന്നിട്ട് ഉറക്കെ സുഭാഷേട്ട എന്ന് വിളിക്കുന്നു. സുഭാഷ് വരുമ്പോൾ പച്ചക്കറി സഞ്ചി നീട്ടി സുധീഷ് പറയുന്നുണ്ട്, ഇതാ സുഭാഷേട്ട. സുഭാഷേട്ടൻ പറഞ്ഞതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അടുത്തൊന്നും നല്ല പച്ചക്കറി ഇല്ലായിരുന്നു, ഒത്തിരി ദൂരെ പോയാണ് വാങ്ങിയതെന്ന് പറയുന്നു. എല്ലാം സുഭാഷേട്ടന് വേണ്ടിയാണെന്ന് കൂടി പറയുന്നുണ്ട് സുധീഷ്. ഇത് കേട്ട് നിധി ഇടപെടുന്നുണ്ട്. അതെന്താ സുഭാഷേട്ടന് മാത്രം? ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൂടിയല്ലേ അത് കഴിക്കുന്നത്? സുഭാഷേട്ടൻ ദിവസവും പാചകം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും പറയാറുണ്ടോ? സുധീഷ് ഉടനെ കൈകുപ്പി ചമ്മലോടെ പറയുന്നുണ്ട്. അയ്യോ മാഡം തിരിച്ചു വന്ന കാര്യം ഓർക്കാതെ പറഞ്ഞു പോയതാണ്. അതിനുശേഷം സുധീഷ് നികേഷിനെ നോക്കി പറയുന്നു, എന്തായാലും നികേഷേ, ഇപ്പം നിൻ്റെ പനിയൊക്കെ മാറിയല്ലോ. നികേഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടത്തി വന്ന ഉടനെ തന്നെ എൻ്റെ പനി മാറി, ഞാൻ നോർമലായി എന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്നാലും നിനക്ക് പനി വന്നതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി വന്നപ്പോൾ എനിക്ക് പുതിയൊരു എനർജി കിട്ടിയതുപോലെയാണ്. പെട്ടെന്ന് സുധീഷ് ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് നിധി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിധി ദേഷ്യപ്പെട്ട് ഇവിടുന്ന് പോയപ്പോഴും ആ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇത് കേട്ട് ഹരീഷ് പതുക്കെ നികേഷിനോട് പറയുന്നുണ്ട്, സുധീഷേട്ടൻ വിഷമിച്ച കഥയൊക്കെ നമുക്കല്ലേ അറിയൂ. ഉള്ളിൽ കരയുകയായിരുന്നു. ഇപ്പം എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നതെന്ന് നോക്കിക്കേ. അവർ രണ്ടുപേരും ചിരിക്കുന്നത് കണ്ട് നിധി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്? എന്നെ കളിയാക്കിയാണോ? ഉടനെ സുധീഷ് ഹരീഷിനെയും നികേഷിനെയും വഴക്ക് പറയുന്നു. നിങ്ങളെന്തിനാ നിധിയെ കളിയാക്കുന്നത്? ഞാനും ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി സുധീഷിനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, ഹലോ വിട്ടേക്ക് സുധീഷേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ തിരിച്ചു വരുമെന്ന് സുധീഷിനെ എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റിയത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടാ, എനിക്ക് പനി വന്നതുകൊണ്ടാണ് ഏട്ട തിരിച്ചു വന്നത്. എന്നാൽ സുധീഷ് പറയുന്നു, അതൊന്നും അല്ലടാ, നിനക്ക് പനി വന്നില്ലെങ്കിലും നിധി ഇങ്ങോട്ട് വരുമായിരുന്നു. കാരണം നിധി ദേഷ്യപ്പെട്ട് ഈ വീട് വിട്ട് പോയെങ്കിലും കഴുത്തിലെ താലി ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? സുധീഷ് വിഡ്ഢിത്തം വിളിച്ചു പറയുകയാണെന്ന് കണ്ട് ഹരീഷും നികേഷിനും ടെൻഷനാകുന്നു. ഹരീഷ് മനസ്സിൽ പറയുന്നു, ഈ സുധീഷേട്ടൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സുധീഷ് തൻ്റെ ലെക്ചർ തുടരുകയാണ്. ദേഷ്യപ്പെട്ട് പോയവർ താലിയൊക്കെ അഴിച്ചു കളയേണ്ട സമയമായില്ലേ? പക്ഷേ ഇവളത് ചെയ്തില്ല. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു നിധിക്ക് ഈ വീടുമായിട്ട് വലിയൊരു ബന്ധമുണ്ടെന്ന്. കഴുത്തിൽ താലിയുള്ളപ്പോൾ ഈ വീട്ടിലേക്ക് വരണമെന്ന് ഇടയ്ക്കെങ്കിലും തോന്നില്ലേ? അതുകൊണ്ടല്ലേ നിധി തിരിച്ചു വന്നത്. ഐ ലൈക്ക് ദാറ്റ് നിധി എന്ന് പറയാണ് സുധീഷ്. സുധീഷ് പറഞ്ഞത് കേട്ട് നിധി തൻ്റെ കഴുത്തിലെ താലിയിൽ പിടിച്ചു നോക്കുന്നു. സുഭാഷും നികേഷും ഹരീഷും വരാൻ പോകുന്ന ദുരന്തമോർത്ത് ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിധി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിധി ആ താലി കഴുത്തിൽ നിന്നും ഊരിയെടുക്കുകയാണ്. സുധീഷ് ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും വിശ്വസിക്കാനാകാതെ കണ്ണും തള്ളി നോക്കി നിൽക്കുന്നു. സുധീഷ് കടുത്ത വിഷമത്തിലാകുന്നു. ഹരീഷ് മനസ്സിൽ പറയുന്നുണ്ട്, സുധീഷേട്ടൻ്റെ ഒരു കാര്യം, ഈ നാവ് വെച്ച് വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ചോദിച്ചു വാങ്ങിയതാണ്. നിധിയാണെങ്കിൽ താലിയുമായിട്ട് സുധീഷിൻ്റെ അരികിലേക്ക് വരുന്നു. എന്നിട്ട് താലി നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ദാ സുധീഷേ, എന്താണെങ്കിലും ഈ താലി ഈ വീട്ടിലെ സ്വത്തല്ലേ, നീ തന്നെ സൂക്ഷിച്ചു വെച്ചോ. സുധീഷ് വിഷമത്തോടെ സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ദേഷ്യപ്പെടുന്നു. നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നൂടാ? സുധീഷ് താലി വാങ്ങാതെ നിൽക്കുമ്പോൾ പിടിക്കുക എന്ന് പറഞ്ഞ് നിധി നിർബന്ധിച്ച് ആ താലി സുധീഷിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. സുധീഷ് ചോദിക്കുന്നുണ്ട്, നിധി ഞാൻ പറഞ്ഞ ഉടനെ നീ എന്തിനാ താലി അഴിച്ചു തന്നത്? അപ്പോൾ നിധി സുധീഷിൻ്റെ മുഖത്തടിക്കുന്ന മറുപടിയാണ് നൽകുന്നത്. ഇത് വെച്ചല്ലേ സുധീഷ് ഇത്രയും നേരം വലിയ ലെക്ചർ അടിച്ചുകൊണ്ടിരുന്നത്? സുധീഷ് വിചാരിച്ച റീസൺ കൊണ്ടൊന്നുമല്ല ഞാൻ ഈ താലി കഴുത്തിലിട്ട് നടന്നത്. ഈ താലിയുടെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു താലിയാണെന്ന ചിന്ത പോലും ഇല്ലാതെ വെറും ഒരു ചെയിനായിട്ടാണ് ഞാനിത് കഴുത്തിലിട്ടത്. ഇനി സുധീഷ് തന്നെ വെച്ചോ. അകത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് നിധി തിരിഞ്ഞു നിന്ന് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അത് ഗോൾഡാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു വയ്ക്കണം. അവിടെയും ഇവിടെയും കൊണ്ടുപോയി കളയരുത്. നിധി അകത്തേക്ക് പോകുമ്പോൾ നികേഷ് വിളിച്ചു പറയുന്നു, ഏട്ടത്തി, പുതിയ ബാത്റൂമിൻ്റെ പണി 10-15 ദിവസം കൊണ്ട് തീരും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണേ. അകത്ത് നിന്ന് നിധി ഓക്കേടാ നികേഷ് എന്ന് മറുപടി നൽകുന്നു. സുധീഷ് ആണെങ്കിൽ ചമ്മി നാണം കേട്ട് നിൽക്കുകയാണ്. അവൻ ചോദിക്കുന്നു, എന്താടാ ഇത്? അവൾ താലി അഴിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് പോകുന്നു. അപ്പോൾ നിനക്ക് ബാത്റൂമിൻ്റെ കാര്യമാണോ പ്രധാനം? സുഭാഷ് വീണ്ടും സുധീഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എടാ സുധീഷേ, നിൻ്റെ നാവാണ് എല്ലാത്തിനും കാരണം. ഹരീഷും പറയുന്നു, അങ്ങനെ പറയൂ സുഭാഷേട്ടാ, ഏട്ടത്തിയുടെ കാര്യം നോക്കിയിരിക്കുകയായിരുന്നു. വെറുതെ താലി എന്നും പറഞ്ഞ് ഇപ്പോൾ അത് അഴിച്ചു തന്നില്ലേ, ഇനി അത് സൂക്ഷിച്ചു വെച്ചോ. എന്നാൽ സുധീഷ് തൻ്റെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. സുധീഷ് ഒരു പുതിയ ന്യായം കണ്ടെത്തുന്നു. എടാ, അവൾ താലി തരുമ്പോൾ എന്താണ് പറഞ്ഞത്? സൂക്ഷിച്ചു വെക്കാൻ.
അതിൻ്റെ അർത്ഥം എന്താണ്? അവൾക്ക് ദേഷ്യം മാറുമ്പോൾ ഇത് തിരികെ വാങ്ങുമെന്നല്ലേ? എന്നാൽ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെയല്ല സുധീഷേട്ടാ, അത് നമ്മുടെ അമ്മയുടെ താലിമാലയാണ്, സ്വർണ്ണമാണ്, അതുകൊണ്ട് കളയാതെ സൂക്ഷിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ സുധീഷ് അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. പെട്ടെന്ന് സുധീഷ് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അവൾ താലി അഴിച്ചു തന്നിട്ട് പോയപ്പോൾ ആരെങ്കിലും ഒരാൾ തടഞ്ഞോ? നട്ടുവെച്ച മരം പോലെ നിൽക്കുകയായിരുന്നു എല്ലാവരും. എനിക്ക് നിങ്ങളോട് ആരോടും സ്നേഹമില്ല. സുഭാഷേട്ടാ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ പോയി ഇഡലി ഉണ്ടാക്കുക. സുധീഷ് വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എഴുതി വെച്ചോ. അധികം വൈകാതെ അവൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് ഈ താലി എൻ്റെ കഴുത്തിൽ ഇട്ടതാ എന്ന് പറയും. അന്ന് കാണിച്ചു തരാം ഞാൻ. അതും പറഞ്ഞ് സുധീഷ് ആ താലിയുമായിട്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തു വന്ന സുധീഷ് താലിയിലേക്ക് നോക്കി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, താലി അഴിച്ചു തന്നാൽ എല്ലാം അവസാനിച്ചു എന്നാണോ അവളുടെ വിചാരം? അവളുടെ കഴുത്തിലേക്ക് ഇത് വീണ്ടും അണിയുന്നതുവരെ ഇതെൻ്റെ കഴുത്തിൽ കിടക്കട്ടെ. അതും പറഞ്ഞ് സുധീഷ് ആ താലി സ്വന്തം കഴുത്തിലേക്കിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. തുടർന്ന് സുധീഷ് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള ടിറ്റോയും ചന്തുവും സുധീഷ് തനിയിരുന്ന് സംസാരിക്കുന്നത് കണ്ട് കാര്യം അന്വേഷിക്കുന്നു. സുധീഷ് പറയുന്നുണ്ട്, എടാ എൻ്റെ ഭാര്യ താലി അഴിച്ചു തന്നടാ. അത് കേട്ട് ടിറ്റോ, ഓ അത്രയേ ഉള്ളൂ എന്ന് നിസ്സാരമായിട്ട് പറയുമ്പോൾ സുധീഷ് ചൂടാവുന്നു. ഒരു ഭാര്യ താലി അഴിച്ചു വെക്കുന്നത് ശരിയാണോ? എൻ്റെ മനസ്സ് എത്ര വിഷമിച്ചു എന്നറിയാമോ? ഹരീഷ് ഉടനെ ടിറ്റോയോട് പറയുന്നുണ്ട്, നീ അത് വിട്, അവൻ കുറച്ചു നേരം ഇങ്ങനെ പുലമ്പും പിന്നെ മാറിക്കോളും. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നീതു വരുന്നത്. നീതുവും കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. താലി അഴിച്ചു തന്നു എന്ന് കേട്ടപ്പോൾ നീതു ചോദിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ, അതിനാണോ ഇത്രയും ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ ആരും എപ്പോഴും താലിയൊന്നും കഴുത്തിലിടാറില്ല, ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. എൻ്റെ അമ്മയൊക്കെ ഉറങ്ങുമ്പോൾ കൊത്തുവെന്ന് പറഞ്ഞ് ഊരി കണ്ണാടിയുടെ മുന്നിൽ വെക്കാറുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ താലിക്ക് പിന്നിൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ലേ? അങ്ങനെയൊന്നുമില്ലെന്ന് നീതു പറയുന്നു. തുടർന്ന് നീതു ഒരു ഉപദേശം നൽകുന്നുണ്ട്. ഇനി നിധി കടയിൽ വരുമ്പോൾ വഴക്കുണ്ടാക്കാതെ അപമാനിക്കാതെ മര്യാദയ്ക്ക് പെരുമാറണം, എങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകും. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, നീ വലിയ എന്തോ വഴി പറയാൻ വരികയാണെന്ന് വിചാരിച്ചു. മനുഷ്യൻ്റെ വിഷമം അറിയാതെ ഓരോന്ന് പറയുന്നു. നീതുവും വിട്ടുകൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നാളെ അവൾ താലി അഴിച്ച് മുഖത്തേക്ക് വലിച്ചെറിയും. ഇത് കേട്ട് സുധീഷ് വിരൽ ചൂണ്ടി പറയുന്നുണ്ട്, വായടക്കിടി, കുറച്ച് ഓവറാകുന്നുണ്ട്. അവർ തമ്മിൽ വലിയ വഴക്കാകുന്നു. ഒടുവിൽ ഹരീഷ് ഇടപെട്ട് വഴക്ക് നിർത്തുന്നു. നീതു ഹരീഷിനെ ചായ കുടിക്കാൻ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സുധീഷ് വിഷമത്തോടെ ചിന്തിക്കുന്നു, ഈ വീട്ടിൽ ഞാൻ ഒഴിച്ച ബാക്കി എല്ലാവരും സന്തോഷത്തിലാണ്. താലിയിലേക്ക് നോക്കി സുധീഷ് വിഷമിച്ചിരിക്കുന്നതോടെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കൂടുതൽ കിടലൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്